ഒരു എത്തിയിസ്റ്റ് ആവണമെങ്കിൽ ആദ്യം വേണ്ട ഗുണമെന്ന് പറഞ്ഞാൽ ഈ തെയിസ്റ്റ് എത്തിയിസ്റ്റ് പ്രിൻസിപ്പിൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഒരിക്കലും അറിയരുത്. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഈശ്വരൻ, നിരീശ്വരൻ എന്നൊക്കെയുള്ള വാക്കിൻ്റെ ഈശ്വരം എന്നുള്ള വാക്കോ നിരീശ്വരം എന്നുള്ള വാക്കോ അത് ഒരിക്കലും അത് അറിയാൻ നിൽക്കരുത്. അറിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം തെയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് കാര്യങ്ങളെ മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രിൻസിപ്പിളിനെയാണ് തെയിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്ന മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ത്രാസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പഴയ കടകളിൽ ചെല്ലുമ്പോൾ, ആ കാണുന്ന മറ്റേ രൂപത്തെ വിളിക്കുന്ന പേരാണ് തെയിസ്റ്റ്. അപ്പോൾ രണ്ട് ഗുണങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ മൂന്നാമതൊരു ഗുണം ഉണ്ടാവും, അതാണ് തെയിസ്റ്റ്. പിന്നെ അതേപോലെ നമ്മൾ ഏത് കാര്യത്തെയും വീക്ഷിക്കണമെങ്കിൽ മൂന്ന് ദിക്കുകളിൽ നിന്ന് നോക്കി വേണം അതിൻ്റെ, അതായത് കാർട്ടേഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയും. ഇതാണ് ഈ തെയിസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. പക്ഷെ അത് മിണ്ടരുത്. അപ്പോൾ എത്തിയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ, തെയിസ്റ്റ് ഉള്ളവനെന്നേ അർത്ഥമുള്ളൂ. ഈ രണ്ട് വിരുദ്ധമായ വാക്കുകളല്ല, തെയിസ്റ്റ് എത്തിയിസ്റ്റ്, കറുപ്പ് കറുത്തത് എന്ന് പറയുന്നത് പോലെ, മനസ്സിലായി? അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ അറിയരുത്. അത് നമ്മൾ അറിയാൻ പോയാൽ പിന്നെ ഈ പേര് മാറ്റണം, പിന്നെ പുതിയ പേരൊന്നുമില്ല നമുക്ക് കണ്ടുപിടിക്കാൻ. അതേപോലെ തന്നെ ഈശ് വരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണത്തിൽ നിന്നുകൊണ്ട് വരം ചെയ്യുക എന്നാണ്. അതാണ് ഈശ് വരം. വരം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയോ വാക്കുകളോ കൊണ്ട് അടിസ്ഥാന ഗുണത്തിൽ നിന്ന് നമ്മൾ ആവിഷ്കരിക്കുക എന്നാണ്. എന്താണ് ഈ അടിസ്ഥാന ഗുണം? 3 സൃഷ്ടി ഗുണങ്ങളാണ്. മനസ്സിലായോ? ഓരോ പിന്നെ ആൾക്കാർ ഇവിടെ ജനിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടി ഗുണങ്ങളുണ്ടാവും. പക്ഷെ അത് അല്ല ഇത് വേറെന്തോ ആണ് എന്ന് നമ്മൾ അങ്ങോട്ട് സ്ഥാപിക്കുക. അതുപോലെ നിരീശ് വരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ രൂപകൽപ്പനയാണ്. അപ്പോൾ അടിസ്ഥാന ഗുണത്തിലോട്ട് പുതിയ രൂപകൽപ്പനകൾ കൊണ്ടുവന്ന് അവിടെ നിന്ന് ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ രൂപകൽപ്പനകളെ ഈ അടിസ്ഥാന ഗുണം എന്ന് പറയുന്ന സൃഷ്ടി ഗുണങ്ങളുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ആവിഷ്കരിക്കുക. അതാണ് നിരീശ് വരം എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? പക്ഷെ അതും നമ്മൾ അറിയരുത്. കാരണം പിന്നെ ഈ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പുതിയ വേറെ വല്ല വാക്കും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, തെയിസ്റ്റ് എത്തിയിസ്റ്റ് എന്ന് പറയുന്ന ഈ വാക്കുകളുണ്ടല്ലോ, ഇത് ഒറിജിനലി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ, ഈശ് വരം നിരീശ് വരം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ശരിക്കും എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തത്, എന്താണ് അതിൻ്റെ മൂലാർത്ഥം, ഇതൊന്നും നമ്മൾ അറിയരുത്. അറിയാൻ പോയ പണിയാണ്. പിന്നെ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ യുക്തിവാദി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അർത്ഥം നമ്മൾ ചിന്തിക്കാൻ നിൽക്കരുത്. ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം ഉക്ത് എന്ന് പറഞ്ഞാൽ യുക്തിയായി മാറണത്. അതായത് ത് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്റ്റാണ്, ഒരു കേന്ദ്രവും അതിൻ്റെ ദിക്കുകളും കറക്റ്റായിട്ടിരിക്കുന്ന കൺസ്ട്രക്റ്റിന്, അതിനെ നേരിട്ട് കാണുന്നതിനെയാണ് യുക്തി എന്ന് പറഞ്ഞാൽ. നേരിട്ട് കണ്ടതിനെ മാത്രം കണക്കാക്കുന്ന ആളാണ് യുക്തിവാദി എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞാൽ പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ കണ്ട പുസ്തകങ്ങൾ മുഴുവനല്ലേ വായിച്ചിട്ടുള്ളൂ, നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് മിണ്ടരുത്. അപ്പോൾ ഇതാണ് ആദ്യം അറിയേണ്ട കാര്യം. ഈ വാക്കുകളുടെ ശരിക്കുള്ള അർത്ഥം ഇത് എവിടുന്ന് വന്നു, ഇത് ഒരു കാരണവശാലും അറിയാൻ നിൽക്കരുത്. അറിഞ്ഞാൽ പ്രശ്നവും. രണ്ടാമത് വേണ്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുസ്തകങ്ങളാണ് ഏറ്റവും സത്യമായിട്ടുള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ അത് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നമ്മൾ വായിക്കുന്ന ശാസ്ത്ര പുസ്തകങ്ങൾ അത് അവിടെ എഴുതിയിട്ടുണ്ടോ എങ്കിൽ അതുണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ടോ, ഉണ്ട്, അതുണ്ട്. പിന്നെ ബ്ലാക്ക് ഹോൾ തിയറി ഉണ്ട്, അതുണ്ട്, ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ റിലേറ്റിവിറ്റി തിയറി അത് ശരിയാണ്, അതവിടെ പുസ്തകത്തിലുണ്ട്. പിന്നെ അതിലെ ക്വാണ്ടം ഫിസിക്സ് ഉണ്ട്, പുസ്തകത്തിലുണ്ട്. അത് പുസ്തകത്തിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. മനസ്സിലായോ? ഞാൻ പുസ്തകത്തിൽ വായിച്ചോ എങ്കിൽ അതുണ്ട്, ശാസ്ത്ര പുസ്തകമാണ്, ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ, അതുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടാണ്. ഇന്നലെയും കൂടി ഞാനിങ്ങനെ മറ്റേ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും എടുത്ത് ഇങ്ങനെ ജിഗ്ലിങ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അത്ര ഉറപ്പ് നമുക്കുണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മുടെ ശാസ്ത്ര പുസ്തകങ്ങൾ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ട്, അത് ഞാൻ നേരിട്ട് കണ്ടതാണ്, ബോധ്യപ്പെട്ടതാണ്, അത് ഇന്നലെയും കൂടി ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ശക്തമായിട്ടുള്ള ബോധം എപ്പോഴും ജനിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മറ്റ് പുസ്തകങ്ങളെ കളിയാക്കണം. കാരണം നമ്മുടെ പുസ്തകം എന്നും ശ്രേഷ്ഠമായിട്ട് നിർത്തണമെങ്കിൽ മറ്റ് പുസ്തകങ്ങളുണ്ടല്ലോ അത് കളിയാക്കണം. അതിനെയൊക്കെ സാഹിത്യമാണ്, അതിനടിസ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് നേരിട്ട് കാണിച്ചു തരാൻ പറയണം. ബൈബിൾ എടുക്ക് കളിയാക്കുക, ഖുറാൻ കളിയാക്കണം, നമ്മൾ ഭഗവത്ഗീത കളിയാക്കണം, വേദങ്ങൾ കളിയാക്കണം. അതിൻ്റെ അകത്തൊക്കെ ഒന്നും പറയുന്ന കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ കളിയാക്കണം. പക്ഷേ അപ്പോഴും ഓർക്കണം, എന്നോട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എൻ്റെ പുസ്തകം പ്രശ്നമാവും. കാരണം എനിക്കൊന്നും നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ, നേരിട്ട് ഞാൻ കണ്ടതുമല്ലല്ലോ, പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതല്ലേ. പക്ഷേ
അത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് മറ്റ് പുസ്തകങ്ങളെ കളിയാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ്? മറ്റ് പുസ്തകങ്ങളെ നമ്മൾ മാക്സിമം കളിയാക്കി അതിനെ ഇല്ലാണ്ടാക്കണം. എന്നാലേ നമ്മുടെ പുസ്തകം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശക്തി അത് ഒളിപ്പിച്ച് വെക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെ മറ്റ് പുസ്തകങ്ങളെ കളിയാക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പുസ്തകങ്ങളുണ്ടല്ലോ, സാഹിത്യമാണ്, സയൻറ്റിഫിക് ലിറ്ററേച്ചറാണ്, സാഹിത്യമാണ്, ശാസ്ത്ര സാഹിത്യമാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ കഥ എന്നാണ് അർത്ഥം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് വെച്ചാൽ ശാസ്ത്രവും കഥയും എന്നാണ്. സയൻറ്റിഫിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര കഥ എന്നാണ് അർത്ഥം. അപ്പോൾ പക്ഷേ ഈ കഥ ആണെങ്കിൽ കൂടിയും ഈ കഥ നമ്മൾ പ്രചരിപ്പിക്കുമ്പോഴും മറ്റുള്ള പുസ്തകങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് നമുക്കിത് സ്ഥാപിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ശക്തിയുണ്ട് നമുക്ക്, നമ്മുടെ രഹസ്യമായ ശക്തി. അത് ഗവൺമെൻറ്റാണ്. കാരണം ഗവൺമെൻറ് ഈ സാഹിത്യ പുസ്തകങ്ങളെ മുഴുവൻ ഒഫീഷ്യലായിട്ട് എല്ലാവരെയും പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ധൈര്യമുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിനെ സമീപിച്ച് അവന്മാർക്കെതിരെ നടപടി ഉണ്ടാക്കാൻ പറ്റും. ഈ സത്യം നമ്മൾ ഒളിപ്പിച്ച് വെക്കണം, പറയരുത്. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? വല്ല ചെറിയ ആൾക്കാരങ്ങനെ കുഴപ്പമില്ല, പക്ഷെ അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ ഉടനെ പോകണം. അതേ ഭരണഘടനയിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് വിരുദ്ധമായിട്ടാണ്. ഏതാണ് ഇവർ പറയുന്ന സയൻറ്റിഫിക് ടെമ്പർ എന്നറിയുമോ? അതായത് ഇവരുടെ ശാസ്ത്ര സാഹിത്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ളതെന്നാണ്. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് പോയിട്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ അധികാരമുണ്ട്, നമുക്ക് അവർക്ക് പണി കൊടുക്കാൻ പറ്റും, നമുക്ക് അവരെ വേണമെങ്കിൽ ഉപദ്രവിക്കാം. അതായത് പണ്ട് മറ്റേ ഇസ്ലാം ചെയ്തിരുന്നത്, ക്രിസ്ത്യാനിറ്റി ചെയ്തിരുന്നത്, ഇവിടുത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയിലുള്ള ആൾക്കാർ ചെയ്തിരുന്നത്, ഇതെല്ലാം അധികാരം ഉപയോഗിച്ചിട്ടാണ് അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾക്കെതിരെ അവർ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതേ ശക്തി നമുക്കൊണ്ടത് കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം, നമ്മളത് റിവീൽ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അപ്പോൾ പിന്നെ മറ്റേമാർക്ക് കത്തും, ഇത് മറ്റേ പണ്ടത്തെ പരിപാടി തന്നെയാണല്ലോ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ അവരെ പോലെയാവും. അത് കാണിക്കരുത്. നമ്മളെപ്പോഴും ഇൻ്റലക്ച്വലായിട്ടാണ് ഞങ്ങൾ ഇതിനെ നേരിടുക എന്നുള്ളൊരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ടാലും പറഞ്ഞോ, ഞങ്ങൾ ഇൻ്റലക്ച്വലായിട്ടാണ് ഞങ്ങൾ ഇതിനെ ഡീൽ ചെയ്യണത് എന്നുള്ള ധ്വനി നിർത്തണം. പക്ഷേ അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഈ ശാസ്ത്ര സാഹിത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒറിജിനൽ ശാസ്ത്രം സംസാരിച്ച് തുടങ്ങിയ ഉടനെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കോണ്ടാക്ട്സുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഉപദ്രവിക്കണം. അല്ലെങ്കിൽ നടക്കില്ല. ഉപദ്രവിച്ചില്ലെങ്കിൽ അവന്മാർ കയറി തലേ കയറും. മനസ്സിലായോ? നമ്മളെല്ലാം പൊളിയും. മനസ്സിലായോ? നമ്മുടെ സാഹിത്യം മുഴുവൻ പൊളിഞ്ഞു പോവും. അപ്പോൾ അത് പ്രധാനമായിട്ടും വേണ്ട കാര്യമാണ്. മനസ്സിലായോ? പിന്നെ വേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്, ആരെങ്കിലും വന്ന് നമ്മുടെ നേരിട്ട് മുമ്പിൽ വന്ന് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചോ, ശാസ്ത്രം ശരിക്കും നേരിട്ട് അനുഭവിച്ച് കാണാൻ പറ്റുന്ന കാര്യം പറയുമ്പോൾ നമ്മുടേത് ഒന്നും സ്ഥാപിക്കാൻ പറ്റുന്നില്ല, നമ്മുടേത് പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലെത്താണ്. പിടികൊടുക്കരുത്. അപ്പം തന്നെ പറഞ്ഞോളണം, അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് മറ്റേ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുപോയി പേപ്പർ അവതരിപ്പിക്കും, അവരംഗീകരിക്കട്ടെ. അവരംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതായത് പറഞ്ഞു വരുന്നത്, അവരംഗീകരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കണം, അല്ലാണ്ട് ഞാൻ നേരിട്ടൊന്നും അനുഭവിച്ച് ബോധ്യപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവനെ വീഴ്ത്താനുള്ള വഴി എന്താന്ന് പറഞ്ഞാൽ ഉടനെ അവനോട് പറയണം, താൻ പോയി അതിൻ്റെ പേപ്പർ അവതരിപ്പിക്കുക സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ, അവരംഗീകരിക്കട്ടെ, അവർ പരീക്ഷണം നടത്തി അംഗീകരിക്കട്ടെ, അപ്പം ഞങ്ങൾക്കും അംഗീകരിക്കല്ലോ. അപ്പോൾ ശരിക്കും നമ്മളൊന്നും അനുഭവിച്ച് ബോധ്യപ്പെട്ടിട്ടല്ലോ ഈ സാഹിത്യമായിട്ട് നടക്കണത്. നമുക്ക് അവർ പറയണമല്ലോ, നമ്മളുടെ അപ്പൻ അവരാണല്ലോ. അപ്പോൾ അപ്പൻ അംഗീകരിക്കട്ടെ, നിങ്ങൾ അപ്പൻ്റെ അടുത്തോട്ട് പോയി അവതരിപ്പിക്കുക എന്ന് പറയണം. മനസ്സിലായി? അപ്പനെ ചൂണ്ടിക്കാണിക്കണം, എൻ്റെ അപ്പൻ ശരിക്കും ആരാണ്? അമേരിക്കൻ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അത് നമ്മളത് അങ്ങനെ പറയണം. അപ്പം നമുക്കറിയാം ഇത് നടക്കില്ല. കാരണം എന്താ പറയുക, ഇവൻ ഈ പേപ്പറോട്ട് പോയി കഴിഞ്ഞാൽ അവരെടുക്കില്ലെന്നറിയാം. കാരണം ഇത് മൊത്തത്തിലൊരു സാഹിത്യമാണല്ലോ. അപ്പോൾ പിന്നെ സാഹിത്യം അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന സാഹിത്യമാണ്. അപ്പോൾ അതിനെയൊക്കെ തകർക്കാൻ വേണ്ടി ഉള്ള പേപ്പറോട്ട് ഒന്നും അവിടെ ആരും അംഗീകരിക്കത്തില്ല. പിന്നെ ഇവൻ ചെല്ലണമെങ്കിൽ തന്നെ ഇവന് ഈ കണ്ട PhD എടുത്തതിൻ്റെയും മറ്റേതിൻ്റെയും റെക്കമെൻഡേഷൻ ലെറ്റർ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വേണ്ടി വരും അവിടെ പോയി അവതരിപ്പിക്കണമെങ്കിൽ. അതവന് കിട്ടൂല എന്നും നടക്കില്ല എന്നും അറിയാം. അപ്പം നമുക്ക് ഇത് നേരിട്ട് കാണിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ്റെ മുമ്പിൽ തോറ്റുപോകേണ്ട ആവശ്യമില്ല. അവനിപ്പോൾ ചക്ക കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് ഇത് ചക്കയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തെന്ന് പറഞ്ഞാൽ ഇത് ചക്കയാണെന്ന് നീ പോയിട്ടൊരു പേപ്പർ അവതരിപ്പിച്ച് അമേരിക്കൻ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി കൊടുക്കുക, അവരിത് ചക്കയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും എന്നങ്ങോട്ട് പറയാം. അപ്പോൾ അവൻ കുടുങ്ങി. അവൻ പിന്നെ നമ്മളെടുത്ത് പ്രൂവ് ചെയ്യാൻ ഇനി അവൻ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയോട്ട് പോകേണ്ടി വരും. നമുക്കറിയാം നടക്കില്ല എന്ന്. അപ്പോൾ നമുക്കവിടെ ജയിക്കാൻ പറ്റും. മനസ്സിലായോ? ഈ തന്ത്രം എപ്പോഴാണോ നമ്മൾ പെട്ടുപോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇത് അടിച്ചേക്കണം, മറന്നു പോരുത്. അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ എന്തിനാണ് നമ്മളിങ്ങനെ ഇതൊക്കെ സംസാരിക്കണം? ഈ സാഹിത്യമാണല്ലോ, എല്ലാവരും പഠിപ്പിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും മുമ്പിൽ വെക്കേണ്ട 2 വാക്കുകളുണ്ട്: തുല്യത, അവകാശം. മനുഷ്യൻ്റെ റൈറ്റ്, മനുഷ്യൻ്റെ തുല്യത. ഇതാണ് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട വാക്കുകൾ.
നമ്മൾ എപ്പോഴും എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം, മനുഷ്യൻ്റെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നൊക്കെ പറയാം. പക്ഷേ ഈ വാക്കുകൾ എവിടെ നിന്ന് വന്നെന്നുള്ളത് അറിയരുത്. കാരണം ഈ വാക്കുകൾ എവിടെ നിന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പെടും. കാരണം എന്താ അറിയാമോ, ഈക്വാലിറ്റിയും റൈറ്റും ഒക്കെ വന്നത് റെസ്പെക്റ്റ് ഓഫ് പെയിനിൽ നിന്നാണ്. അതായത് വേദനയോടുള്ള ബഹുമാനവും വേദന എന്ന് പറയുന്ന മൂല്യത്തിൽ നിന്നുമാണ് ഈ തുല്യതയും ഈ അവകാശവും ഉണ്ടായത്. അപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, ഈ വേദനയെ നമ്മൾ ഹയസ്റ്റ് മൂല്യമായിട്ട് മുമ്പിൽ വെക്കുമ്പോഴാണ് ഈ കാണുന്ന ഈ പറയുന്ന തുല്യതയും അവകാശവും ഫ്രീ വില്ലും സ്നേഹവും കമ്പാഷനും ബഹുമാനവും ഇതൊക്കെ എല്ലാം ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ഈ റെസ്പെക്റ്റ് ഓഫ് പെയിൻ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്. കാരണം റെസ്പെക്റ്റ് ഓഫ് പെയിൻ എന്ന് പറയുമ്പോൾ പെയിൻ മൃഗങ്ങൾക്ക് നമുക്കും ഉണ്ടേ. നമ്മളിപ്പോൾ ഒരു വടിവാളെടുത്ത് എൻ്റെ കൊച്ചിനെ വെട്ടിയാലും ഒരു ആടിനെ വെട്ടിയാലും ഒരുപോലെ പെയിൻ അനുഭവിക്കും. അപ്പോൾ രണ്ടിനെ ബഹുമാനിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ആട്ടിറച്ചി കഴിക്കാൻ പറ്റില്ല, ബീഫ് കഴിക്കാൻ പറ്റില്ല, മീൻ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തുല്യതയും റൈറ്റും ഒക്കെ വേറെ എവിടുന്നോ ഒറിജിനേറ്റ് ചെയ്തതാണെന്നേ നമ്മൾ കൊടുക്കാവുള്ളൂ. ഒരിക്കലും നമ്മൾ ഈ വാല്യൂ ഓഫ് പെയിനിൽ നിന്നാണ്, റെസ്പെക്റ്റ് ഓഫ് പെയിനിൽ നിന്നാണ് വന്നത് ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഇനി അഥവാ ആരെങ്കിലും പൊക്കിക്കൊണ്ടുവന്നാൽ ഉടനെ അടിക്കണം. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾക്കും പെയിൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടല്ലോ സസ്യങ്ങൾക്ക് പെയിൻ അനുഭവിക്കുമെന്ന്. അപ്പോൾ പിന്നെ സസ്യങ്ങളെ തിന്നാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞ് തടി ഊരണം. മനസ്സിലായി? കാരണം സസ്യങ്ങൾ ഒരു ജൈവയന്ത്രം മാത്രമാണെന്നും പെയിൻ അനുഭവിക്കുന്ന യാതൊരു വസ്തുത അതിൻ്റെ അകത്തില്ലെന്നുള്ളതും എനിക്കും അറിയാം. എനിക്കതറിയാം. കാരണം ഞാനിപ്പോൾ ഒരു വടിവാളെടുത്തിട്ട് ഒരു ചീരത്തടിയെ വെട്ടി, ഇപ്പുറത്ത് ഒരു ആടിനെ വെട്ടി, എൻ്റെ മകനെയും വെട്ടി, 3 പേരും എങ്ങനെയാണ് പ്രതികരിക്കുന്നതിൽ നിന്നാണ് വേദന എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് വേദന നമ്മൾ തിയററ്റിക്കലായിട്ട് ഉണ്ടാക്കുന്നില്ലല്ലോ, അനുഭവിച്ച് കാണുന്നതിൽ നിന്നാണല്ലോ വേദന മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാമല്ലോ. പക്ഷേ ഇത് നമ്മൾ മറച്ചു വെക്കണം. മറച്ചു വെക്കേണ്ടത് അനിവാര്യമാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മളെ എടുത്തിട്ട് കുടയും. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പശുത്തൊഴുത്ത് വാദം ഇറങ്ങണം. ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ നീ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവനായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ പറയണത്. കാരണം മതവിശ്വാസി ആത്മവിശ്വാസിയാണെങ്കിൽ പിന്നെ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ തരത്തിൽ നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യണം. അതായത് നീ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവനായിരിക്കും, നീ അല്ല സ്പിരിച്വൽ വാദിയായിരിക്കും, അതുകൊണ്ടായിരിക്കും നിനക്ക് ഈ ശാസ്ത്രം പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞിട്ട് ഇത് ചെയ്യാത്തത് എന്ന് പറയണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെപ്പോഴും ആ ഒരു കാറ്റഗറൈസ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എതിരെ പറയുന്നത് അതിനെ ഡീൽ ചെയ്യണ്ട. കാരണം അവനൊരു മതവിശ്വാസിയാണല്ലോ, പിന്നെ അവനത് മനസ്സിലാവില്ലല്ലോ. ഞങ്ങൾ ഭയങ്കര വലിയ ബുദ്ധിമാന്മാരാണല്ലോ, ഞങ്ങൾ പിന്നെ പുസ്തകത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ പിന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അത് ഓർമ്മയുണ്ടാവണം. അപ്പം അങ്ങനെ അത് ടാർഗറ്റ് ചെയ്യുക. മനസ്സിലായി? ഐഡൻറ്റിറ്റി ടാർഗറ്റിംഗ് എന്ന് പറയും. അങ്ങനെ ചെയ്യണം. പിന്നെ വേറൊരു ടാർഗറ്റിംഗ് ഉണ്ട്. ആരെങ്കിലും വന്നിട്ട് വല്ല എവല്യൂഷൻ തിയറിയുടെയോ അല്ലെങ്കിൽ ബിഗ് ബാങ്ങിൻ്റെയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയണം അതൊക്കെ നീ സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ടാണ്, സ്കൂളിൽ പോയി അതേ പുസ്തകത്തിലുണ്ടാകുമായി മര്യാദക്ക് വായിച്ച് പഠിക്കുക എന്ന് പറയണം. ഇപ്പോൾ ബാലരമ പോയി വായിക്കാനാണ് പറയണേ. നീ ആ ബാലരമ നന്നായിട്ട് പഠിച്ചിട്ടില്ലല്ലോ, പോയി ആ ബാലരമ നന്നായിട്ട് വായിക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ മായാവി എന്താ ചെയ്തതെന്ന്, എവല്യൂഷൻ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അതൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ വേണം ടാർഗറ്റ് ചെയ്യാൻ. മനസ്സിലായോ? അതായത് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഉത്തരം പറയരുത്. ഉത്തരം മുട്ടാതാകുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് പറഞ്ഞ പോലെ പുസ്തകത്തിൽ പോകാൻ പറയണം. പുസ്തകം 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 മനസ്സിലായി? ആ പുസ്തകം പോയി വായിക്കും, പുസ്തകം പോയി വായിക്കുക. ആ ശാസ്ത്ര പുസ്തകം വായിക്കും, പുസ്തകം വായിക്കും. ചോദിക്കുന്നത് എന്നോടാണ് തെളിവ്. എന്നിട്ട് ഞാൻ വേറൊരു തന്തയെ ചൂണ്ടിക്കാണിക്കണം. മനസ്സിലായേ? അതാണ് എൻ്റെ തന്ത, പോയി ചോദിച്ചോന്ന്. എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ അറിയില്ല. ഇത് നമ്മൾ ഒളിപ്പിച്ച് വെക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ടെക്നോളജിയും സയൻസും എന്ന് പറയുന്നത് രണ്ടും ഒന്നാണെന്നുള്ള പ്രതിധ്വനിയിൽ വേണം സംസാരിക്കാൻ. ഇത് രണ്ടാണെന്ന് പറയരുത്. പറഞ്ഞാൽ നമ്മൾ പെട്ടു. സയൻസ് എന്ന് പറയുന്നത് ഒരു ലോകവീക്ഷണമാണ്. ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ നോളജാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നിക്കാണ്. പല ഗുണങ്ങളെ ചേർത്ത് പുതിയ ഗുണങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന മേഖലയാണത്. പക്ഷേ അങ്ങനെയല്ല, ശാസ്ത്രമാണ് ടെക്നോളജി ഉണ്ടാക്കുന്നതെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പ്രശ്നമാവും. മനസ്സിലായി? ഇപ്പോൾ ഉദാഹരണത്തിന് മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ മ്യൂസിക്കിൽ അതിൻ്റെ ഹയർ പ്രിൻസിപ്പിൾ സംസാരിക്കുന്ന തിയറിസ്റ്റുകളുണ്ട്. അത് വേറെ ആൾക്കാരാണ്. പക്ഷേ റഹ്മാനും ഇളയരാജയും പോകുന്ന ആൾക്കാർ അവരെന്താ ചെയ്യുന്നത്? അവർ പല സ്വരങ്ങൾ ചേർത്തിട്ടുള്ള ഗുണങ്ങളെ ചേർത്ത് അവർ പുതിയ സൃഷ്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന് പറയണം. മനസ്സിലായോ? എന്നാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം? കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് റഹ്മാനും ഇളയരാജനും പോലുള്ള ആൾക്കാർ മ്യൂസിക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റിൽ നമുക്കിവിടെ എന്ത് കള്ള തിയറി ഉണ്ടാക്കാം. മനസ്സിലായോ?
എന്നിട്ട് പറയാം കണ്ടോ ഈ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് റഹ്മാൻ ഇളയരാജൻ ചെയ്തതെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ജനങ്ങൾ മുഴുവൻ എന്ത് വിശ്വസിക്കും? ഓ, റഹ്മാനും ഇളയരാജയൊക്കെ ഈ തിയറിയൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തതെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. അത് നമുക്ക് ക്രെഡിറ്റാണ്. അപ്പോൾ ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മൾ പറയുന്ന സാഹിത്യത്തിന് ഭയങ്കര വില കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ടെക്നോളജിയും സയൻസും ഒന്നാണ് എന്ന് പറയണം. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല, അത് നമുക്കറിയണം. അതായത് സയൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള കാര്യങ്ങളിൽ കിടക്കുന്ന സൂക്ഷ്മമായ പാറ്റേൺസുകളെ തിരിച്ചറിയാനായിട്ടുള്ള കഴിവാണ് സയൻറ്റിഫിക് കഴിവെന്ന് പറഞ്ഞാൽ, സയൻസ് കഴിവെന്ന് പറഞ്ഞാൽ സെൻ കഴിവാണത്. അതൊരു ഗുണമാണ്, ഒരു കുട്ടിക്ക് ഉണ്ടാവണം. അത് ഓരോ കുട്ടികൾക്ക് അതുണ്ടാവും, പല കുട്ടികൾക്ക് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് ശരിക്കുമുള്ള സെന്നായി മാറുന്നത്. മനസ്സിലായോ? അതാണ് സയൻറ്റിസ്റ്റ് ആയി മാറുന്നത്. അല്ലാണ്ട് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ളതല്ല. സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള നമ്മൾ കള്ളത്തരം കാണിക്കുന്നതാണ്, അത് നമ്മൾ മിണ്ടരുത്. മനസ്സിലായോ? യഥാർത്ഥ സെൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിൻ്റെ സൂക്ഷ്മമായ പാറ്റേൺസുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെന്നാണല്ലോ പറയണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ടെക്നോളജിയും സയൻസും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ ഈ പുതിയ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കെയർ ഓഫ് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന സാഹിത്യം നമുക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റും. നമുക്ക് എന്ത് കള്ളത്തരം അവിടെ എഴുതി ഉണ്ടാക്കിയാലും നമുക്കത് വിശ്വസിപ്പിക്കാൻ പറ്റും. കണ്ടോ, ടെക്നോളജി വന്നത് ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്. മനസ്സിലായി? ഇപ്പോൾ 100 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയ ടെക്നോളജിയും ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയണം. അപ്പോൾ അന്ന് അവർ ചെയ്തത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അവർക്ക് ക്വാണ്ടം ഫിസിക്സ് അറിയില്ലായിരുന്നല്ലോ. അവരെങ്ങനെ ഉണ്ടാക്കി? അതായത് പുതിയ ഗുണങ്ങളെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ പിന്നിൽ എന്ത് വർക്ക് ചെയ്യുന്ന അറിയേണ്ട ആവശ്യമില്ല. അവർ നോക്കുന്നത് ആക്ഷനും റിയാക്ഷനുമാണ്. മനസ്സിലായോ? പക്ഷെ അത് നമ്മൾ മിണ്ടരുത്. 2 ഗുണങ്ങളെ ചേർക്കുമുണ്ടാക്കുന്ന ഒരു പുതിയ ഗുണം, അതിനെ അനുഭവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കറി ഉണ്ടാക്കാം, പുതിയൊരു മ്യൂസിക് ഉണ്ടാക്കാം, പുതിയൊരു ടെക്നോളജി ഉണ്ടാക്കാം. നിങ്ങൾക്ക് അത് തമ്മിൽ ചേർക്കുമ്പോൾ എന്ത് പ്രവർത്തനം, പ്രതിപ്രവർത്തനം, അതിൻ്റെ അകത്തുനിന്ന് പുതിയ എന്ത് ഗുണം ഉണ്ടാകുന്നെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഒരു ടെക്നോളജി ഉണ്ടാക്കാൻ. അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ള അറിയേണ്ട ആവശ്യമില്ല. അത് കണ്ടെത്തുന്ന ആൾക്കാരാണ് ശരിക്കുമുള്ള സെന്നുകൾ. പക്ഷെ അത് നമ്മൾ മറച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാക്കുകൾ, നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു തിയറി കൊണ്ടുവരില്ലേ, ക്വാണ്ടം ഫിസിക്സ്, ആ ക്വാണ്ടം എന്ന് പറയുന്ന വാക്ക് എടുത്തിട്ട് ഇപ്പുറത്ത് ക്വാണ്ടം ടെക്നോളജി എന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും? ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെക്നോളജി ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ അടി? നമ്മുടെ സാഹിത്യത്തിലുള്ള വാക്കുകൾ ഈ ടെക്നോളജിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ അവരുടെ ഗ്യാങ്ങുകളുണ്ടല്ലോ, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നമ്മൾ അതിനുള്ള ഫേവറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്നോളജി ഉണ്ടാക്കുന്ന ഫീൽഡുണ്ട്, അവിടെ ഒഫീഷ്യലായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ച വാക്കുകളായിരിക്കും അവരവിടെ ഉപയോഗിക്കുക. അപ്പോൾ ജനങ്ങൾക്ക് അതൊരു വിശ്വാസം ഉണ്ടാവും. മനസ്സിലായോ? ഇത് രണ്ടും ഒന്നാണെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ ടെക്നോളജിയും സയൻസും ഒന്നാണ് എന്ന് പറയുന്ന കാര്യം നമ്മൾ അടിസ്ഥാനമായിട്ട് അത് രണ്ടും വേർപെടുത്തി സംസാരിക്കരുത്. സംസാരിച്ച പണി കിട്ടും, 8ന്റെ പണിയാണ് കിട്ടാൻ പോണം. മനസ്സിലായോ? അതുകൊണ്ട് അത് മിണ്ടരുത്. ഇത് രണ്ടും ഒന്നാണ്. നമ്മൾ എപ്പോഴും പറയേണ്ടത് ശാസ്ത്രമാണ് നമുക്ക് ടെക്നോളജി വരുന്നത്. ശാസ്ത്രമാണ്. കാരണം ശാസ്ത്രത്തിന് കൈയും കാലും കൊണ്ട് രാവിലെ എഴുന്നേറ്റ് കക്കൂസിൽ പോയി പല്ലും തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് സയൻസ് ഇങ്ങനെ ആലോചിക്കും, ഇന്ന് എന്ത് ടെക്നോളജിയാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ആ സയൻസ് മറ്റേ ആകാശത്ത് നിന്ന് ഇങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെ വേണം നമ്മൾ ആ പ്രതിധ്വനി കൊടുക്കാനായിട്ട്. ജനങ്ങളുടെ മനസ്സിൽ കയറ്റേണ്ടത് അങ്ങനെയാണ്. ആ പ്രതിധ്വനി നമ്മൾ കൊടുക്കണം. ശാസ്ത്രവും ടെക്നോളജിയും ഒന്നാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതേപോലെ ശാസ്ത്രത്തിൽ വരുന്ന പുതിയ പുതിയ വാക്കുകളുണ്ട്, ഇത് ടെക്നോളജിയുടെ വാക്കുകളിലോട്ട് കയറ്റാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നും ശരിക്കും സയൻസ് പഠിക്കുന്ന ആൾക്കാരാണ് ടെക്നോളജി ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണ ജനങ്ങളിലുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ ധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാഹിത്യത്തെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഏറ്റവും വലിയ തന്ത്രപരമായിട്ടുള്ള വഴിയാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മേലാളന്മാർ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതുപോലെ ചെയ്യണം. എല്ലാ സഹൃദയരോടും ഞാൻ പറയണം, നിങ്ങളത് എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് രണ്ടും ഒന്നാണെന്നേ പഠിപ്പിക്കാവുള്ളൂ. എന്നാലേ നമ്മുടെ പ്രസ്ഥാനം നിൽക്കുകയുള്ളൂ. അതിൻ്റെ അടിവേര് തോണ്ടരുതാരും ദയവ് ചെയ്ത്. ഫ്രണ്ട്സ്, ഡിയർ ഫ്രണ്ട്സ്, എത്തിയിസ്റ്റ് ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ സാഹിത്യ പ്രസ്ഥാനം എന്നും നിലനിർത്താൻ പറ്റും. എന്നുവെച്ചാൽ ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം ഒരു തരത്തിലും ഉണ്ടാവരുത്. മനസ്സിലായോ? ഒരിക്കലും ഉണ്ടാവരുത്. അതായത് സത്യം എന്ന് പറയുന്ന കാര്യത്തിനോടൊരു ബഹുമാനം ഉണ്ടാവരുത്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യവും സത്യമാണെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കാൻ പാടുള്ളൂ. നുണയും കള്ളവും ഒക്കെ നമ്മൾ സത്യമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. എല്ലാവരും ഇത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇങ്ങനെ നമ്മൾ മറ്റ് മതങ്ങളെയും മറ്റ് അന്ധവിശ്വാസങ്ങളെയും കളിയാക്കിക്കൊണ്ട് നമ്മളുടെ ഈ സാഹിത്യം അത് അന്ധവിശ്വാസമല്ല, അഹന്തവിശ്വാസമല്ല, മറിച്ച് അതാണ് സത്യമെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. നമുക്ക് ജീവിക്കാനുള്ള വഴി അതാണ്. നമ്മൾ ശ്രേഷ്ഠരാണ്, നമ്മൾ ഇൻ്റലക്ച്വലി ഹയർ സ്പീഷീസാണ്.
നമ്മൾ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ തന്നെ നല്ലൊരു എത്തീസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഉപദേശങ്ങൾ കൊടുക്കണം. അങ്ങനെ നമ്മളുടെ സംരംഭം നീണാൾ വാഴട്ടെ, വീണാലും വാഴട്ടെ. ഓക്കെ.